മക്കത്തെ രാജാത്തി ഹുവൈലിദിൻ്റെ മകൾ, മക്കയിലെ ഏറ്റവും വലിയ പണക്കാരി, സുന്ദരികളിൽ തരുണീമണി. ഇപ്പോൾ ബീവി വൈദ്യവും സ്വീകരിച്ച് കഴിയുകയാണ്. ബീവി ചിന്തിക്കുകയായിരുന്നു, എത്രയെത്ര കേമന്മാരാണ് തന്നെ കെട്ടുപറഞ്ഞു വന്നെത്തിയത്. സമ്പത്തും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ മഹാപ്രഭുക്കന്മാർ. പക്ഷേ ആരോടും തനിക്ക് ഒരാഭിമുഖ്യവും ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും പദവിക്കും പത്രാസിനും പറ്റിയവർ തന്നെ. എങ്കിലും ആരെയും സ്വീകരിക്കാതെ വൈദവ്യം എന്ന വിധി തന്നെ സ്വീകരിച്ച് സംതൃപ്തിയോടെ പുറത്തു വരികയായിരുന്നില്ലേ താൻ? എന്നിട്ടും ഇപ്പോഴെന്താ ഇങ്ങനെ? ഈ കുമാരനോട് ഒരു ആഭിമുഖ്യം തോന്നാൻ? സത്യസന്ധതക്കും വശ്യതയാർന്ന പെരുമാറ്റത്തിനും ഖ്യാതി നേടിയ കോമളനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറുപ്പക്കാരനെ ആ സീസണിലെ തൻ്റെ കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത് സിറിയയിലേക്ക് പറഞ്ഞയക്കാൻ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തീരുമാനമെടുക്കുമ്പോൾ വരാനിരിക്കുന്നത് ലോകചരിത്രത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന മഹാസംഭവങ്ങളുടെ തുടക്കമാണെന്ന് ബീവി കരുതി കാണില്ല. കച്ചവടം കഴിഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭൃത്യനായ മൈസറ ആ യുവാവിൻ്റെ അത്ഭുതമാർന്ന കാര്യങ്ങൾ ഖദീജ ബിവിയോട് പറയുന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ കൊടും ചൂടിൽ മേഘങ്ങൾ ആ കുമാരനെ തണലിട്ടുവന്ന്. കച്ചവടത്തിലെ അത്ഭുതകരമായ ബറക്കത്തും ലാഭവും. ആ യാത്രയിലുടനീളം താൻ അനുഭവിച്ച ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവ സവിശേഷതകൾ എല്ലാം അത്ഭുതത്തോടെ ആവേശത്തോടെ മൈസറ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചെറുപ്പക്കാരൻ്റെ സ്വഭാവവും പെരുമാറ്റവും പറഞ്ഞാലും പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് മൈസറ പറഞ്ഞു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എല്ലാം ശാന്തമായി കേട്ടിരുന്നു. ആ ചെറുപ്പക്കാരനെ കുറിച്ച് കൂടുതൽ അറിയാൻ ബീവി ആഗ്രഹിച്ചു. ശരിയാണ്, സാധാരണ കച്ചവടങ്ങളെ അപേക്ഷിച്ച് ഈ കച്ചവടത്തിൽ എന്തോ അസാധാരണത്വമുണ്ടെന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു. അസാമാന്യ സൗന്ദര്യം പോലെ തന്നെ അസാമാന്യ ഭാഗ്യവും ഉള്ളയാളാണോ ഈ കുമാരൻ? വിശ്വസ്തനും വിശാല മനസ്കനും സൽസ്വഭാവിയുമായ മക്കയിലെ തന്നെ അത്ഭുതമായ ഈ കുമാരനെ വീണ്ടും കാണാൻ അതുകൊണ്ട് തന്നെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മോഹിച്ചു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരനെ ആളയച്ച് വിളിപ്പിച്ചു. തൻ്റെ ആഗ്രഹം പറഞ്ഞു. ആലോചിക്കാമെന്ന മറുപടിയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി. പിതൃവ്യനായ അബൂ ത്വാലിബിനോട് കാര്യങ്ങൾ സംസാരിച്ചു. അബൂ ത്വാലിബ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഹുവൈലിദിനെ ചെന്ന് കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ആ സ്വർഗീയ വിവാഹം നടക്കുകയായി. എന്തൊരു മനുഷ്യനെയാണ് അല്ലാഹു തനിക്ക് ഇണയും തുണയുമാക്കി തരാൻ പോകുന്നത്! ഇദ്ദേഹത്തെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യനല്ല, എന്നാൽ മാലാഖയുമല്ല. സൗന്ദര്യത്തിൻ്റെ പ്രകാശത്തിൻ്റെ മഹാപ്രവാഹമാണ് അവിടുന്ന്. സ്വഭാവവും സ്നേഹവും പെരുമാറ്റവുമെല്ലാം എന്തൊരു മനോഹരമാണ്! എല്ലാ കാപഢ്യങ്ങളും അരങ്ങു തകർക്കുന്ന മക്കയിൽ ഇങ്ങനെയൊരു മനുഷ്യൻ അത്ഭുതം തന്നെയാണ്. ആ ജീവിതം എന്തൊരു സന്തോഷത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്! ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സംതൃപ്തിയോടെ ആനന്ദത്തോടെ മുന്നോട്ട് പോയി. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഓർക്കുകയായിരുന്നു, ധനം അതെങ്ങനെയോ തൻ്റെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുന്നു. സർവശക്തനായ നാഥൻ തനിക്ക് അത് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും പണത്തിനടിമയായി തീരാൻ ഞാൻ കൊതിച്ചിട്ടില്ല. അല്ലെങ്കിലും മറിയമിൻ്റെ പുത്രൻ ഇസ്മായിലിനെ ഉള്ളിൽ നിറച്ചവൾക്ക് എങ്ങനെയാണ് പണത്തിനടിമയായി തീരാൻ കഴിയുക? താൻ ധനാഢ്യയാണ്, എന്നാൽ ധന്യയാണോ? എപ്പോഴാണൊരാൾ ധന്യയായി തീരുക? ആഡംബരത്തിൽ നിന്നും സ്വകാര്യ വഹകളിൽ നിന്നും മോചിതനാകുമ്പോൾ മാത്രമല്ല ഒരാൾ ധന്യയാവുകയുള്ളൂ. അപ്പോഴയാൾ ഒരു സാമ്രാജ്യത്തിനുടമയാകുന്നു. മഹാറാണിയോ മഹാരാജാവോ ആയിത്തീരുന്നു. അതെ, അതാണ് ഖദീജ, ധന്യയായവൾ. പ്രവാചകനായ ഈസാ മസീഹിനെ പിൻപറ്റി വിശുദ്ധ ജീവിതം നയിക്കുന്ന മഹാരാജകുമാരി. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ഇല്ലായ്മയിലെ ധന്യത എന്ന സങ്കല്പം അവരുടെ ജീവിതത്തിൽ പുലരാൻ പോവുകയാണ്. ഖദീജ എന്ന പണക്കാരി ഇല്ലായ്മയുടെ മഹാസാമ്രാജ്യത്തിൻ്റെ മഹാറാണിയാവുകയാണ്. എല്ലാവർക്കും പട്ടിണി ഇല്ലാതാകുന്ന കാലത്ത് നമുക്ക് സുഖമായൊന്ന് ഊണ് കഴിക്കാം എന്ന് പറയുന്ന മഹാപ്രഭു തൻ്റെ മണിയറയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വിശക്കുന്നെങ്കിൽ സംസം വെള്ളം കുടിച്ച് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയുന്ന വൈരാഗിയായ കുമാരൻ അതിസമ്പന്നനായ ഖദീജ എന്ന മഹാറാണിയുടെ ഭർത്താവായിരിക്കുന്നു. അങ്ങനെ മനോഹരമായ ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ തൻ്റെ പ്രാണനാഥൻ ഏകാന്തവാസവും മക്കയിലെ ജബലിന്നൂറിലെ പർവ്വത ശിഖരത്തിലെ ഹിറ ഗുഹയിലെ ഏകാന്ത ധ്യാനവും കൂടി വരുന്നത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തിരിച്ചറിഞ്ഞു. ആത്മീയ സാകല്യം തൻ്റെ പ്രിയതമന് നൽകുന്ന സംതൃപ്തിയിൽ ബീവി സന്തോഷിച്ചു. ദിവസവും ഹിറായിലെ ആത്മീയ വാസത്തിന് പോകും. വൈകിയാൽ തിരിച്ചു വരലുമുണ്ട്. എന്നാൽ ഇന്ന് സമയമൊക്കെ ആകെ തെറ്റിയിരിക്കുന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കാതങ്ങളോളം കണ്ണും നട്ടു കാത്തിരിക്കുകയാണ്. തിരയാനായി ആളെ പറഞ്ഞയച്ചെങ്കിലും അയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ തിരിച്ചു വന്നു.
ഏറെ നേരം കഴിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാതായപ്പോൾ ഖദീജ ബീവി പരിഭ്രമിച്ചു. എന്നാൽ വളരെ വൈകി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. വളരെ ക്ഷീണിതനായി പരിഭ്രമത്തോടെ വരുന്ന തൻ്റെ പ്രാണനാഥനെ കണ്ടതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിങ്ങിപ്പൊട്ടി. തൻ്റെ പ്രിയപ്പെട്ടവൻ എന്തുപറ്റി? പോയി കെട്ടിപ്പിടിച്ചു. പക്ഷേ പുതപ്പിട്ട് മൂടാനാണ് അവിടുന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടത്. എന്തോ അസാധാരണമായത് സംഭവിച്ചിരിക്കുന്നു. ജിജ്ഞാസയോടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രാണനാഥനോട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ സംഭവിച്ചതൊക്കെ പറഞ്ഞു. ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുമ്പോൾ ഒരു രൂപം വന്ന് തന്നോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. വശമില്ലാത്ത തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം തന്നെ അണച്ചുപൂട്ടി ചില വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചിരിക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം കേട്ടു. തൻ്റെ പ്രിയപ്പെട്ടവനുണ്ടായ അനുഭവം ദൈവിക വെളിപാടായിരിക്കുമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. പുതപ്പിട്ട് മൂടയിട്ടു. ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കമായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ ബന്ധുവും വേദത്തിൽ അഗാധജ്ഞാനിയുമായ വറഖയുടെ അടുത്തേക്കോടി. സംഭവങ്ങളൊക്കെ വറഖയോട് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വറഖ സന്തോഷത്താൽ തുള്ളിച്ചാടി. ഇതാ മുന്നറിയിപ്പ് നൽകപ്പെട്ട സുവിശേഷകൻ വന്നെത്തിയിരിക്കുന്നു. നിന്റെ ഭർത്താവ് പ്രവാചകനായിരിക്കുന്നു. വചനം ഓതിക്കേൽപ്പിച്ചത് ജിബ്രായിൽ എന്ന മാലാഖയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലേക്കോടി. തൻ്റെ വിരിപ്പിൽ കിടന്നിറങ്ങുന്ന തൻ്റെ പ്രേമഭാജനത്തെ ഇമവെട്ടാതെ നോക്കി നിന്നു. ജിബ്രായിൽ ഒരു മാലാഖയാണ്, പ്രകാശ സൃഷ്ടി. എന്നാൽ ഖദീജയോ, അവർ സ്നേഹത്തിൻ്റെ മാലാഖയാണ്. സ്നേഹം എന്നത് മണ്ണിൽ ചേർത്ത് അള്ളാഹു ഒരുക്കിയുണ്ടാക്കിയെടുത്ത അസ്തിത്വം. പ്രവാചകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മപത്നി. ദിവ്യ വെളിപാടിൻ്റെ നെട്ടലിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാശ്വാസം നൽകാൻ ദിവ്യയുക്തി ഒരുമിച്ച് വെച്ച ഒരു അസാധാരണമായ സംവിധാനമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. തൻ്റെ സ്നേഹഭാജനത്തെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കാൻ അല്ലാഹു അവരെ ശരിക്കും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവവാക്യത്തിൻ്റെ അവതരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ പ്രതികരണം ഒരു വിശ്വാസിയുടേത് തന്നെയായിരുന്നു. എന്നാലോ സ്നേഹം തളം കെട്ടി നിൽക്കുന്ന ഹൃദയത്തിൻ്റേതും. അവർ തൻ്റെ പ്രിയതമനോട് പറഞ്ഞു, എൻ്റെ പ്രിയതമന് സൗഭാഗ്യം, അങ്ങ് ഭയപ്പെടാതിരിക്കണം. ഖദീജയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ ഒരുവനാണേ സത്യം. അങ്ങ് ഈ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനാണ്. അള്ളാഹുവാണേ, അവൻ അങ്ങയെ അപായപ്പെടുത്തുകയില്ല. അങ്ങെത്ര വലിയ ഹൃദയമുള്ളവനാണ്. കരുണ മാത്രമല്ലേ അങ്ങയുടെ മനസ്സിൽ. സത്യം മാത്രമേ അങ്ങ് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. നിസ്സഹായനെ സഹായിക്കുകയും അതിഥിയെ സന്തോഷിപ്പിക്കുകയും സത്യത്തെ എന്നും മുറുകെ പിടിക്കുകയും ചെയ്തിട്ടുള്ള അങ്ങയെ ആരും വഴിതെറ്റിക്കില്ല. അതിനാൽ അങ്ങ് ഭയപ്പെടാതിരിക്കണം. അള്ളാഹുവിൻ്റെ കാവൽ അങ്ങേക്കുണ്ടാകും. അങ്ങ് കണ്ടത് ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞയച്ച ദൂതനെ തന്നെയാണ്. ഈ ജനതയുടെ പ്രവാചകനായി അങ്ങ് നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിനെ പറഞ്ഞാശ്വസിപ്പിച്ചു. അന്യദൈവങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ചെകുത്താനും അസുരഭൂതന്മാർക്കും പിടികൊടുക്കാത്ത ഏകനായ അള്ളാഹുവിൽ മാത്രം നേരത്തെ തന്നെ വിശ്വസിച്ച് മനസ്സ് പരിശുദ്ധമാക്കി വെച്ച ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ ഗുരുവായ ഈസാ മസീഹിനെ തൻ്റെ വീട്ടിൽ തന്നെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നുവോ? ഖദീജ റളിയല്ലാഹു അൻഹ എന്തൊരു ഭാഗ്യവതിയാണ്. മടിയിൽ വെച്ചിരിക്കാൻ ആരെയാണ് അവർക്ക് കിട്ടിയത്? പക്ഷേ ഇനി അവർക്ക് അവിടത്തെ വീട്ടിലിരുത്തി സൂക്ഷിക്കാൻ കഴിയില്ല. ലോകത്തിനല്ല, ബ്രഹ്മാണ്ടത്തിന് മുഴുവനുമായുള്ള പ്രകാശവും അനുഗ്രഹവുമാണ് തൻ്റെ വീട്ടിൽ തെളിഞ്ഞിരിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ എന്തൊരു സൗഭാഗ്യവതിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുളിര് പകർന്നു കൊടുക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞു. മനസ്സമാധാനത്തോടെ ആ ദൈവദൂതൻ ഉറങ്ങി. ആ ഉറക്കം ഒരു വിശ്രാന്തിയായിരുന്നു. ഒരു മഹത്തായ യജ്ഞത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പ്. ഒരു ജനതയെ ഒന്നടങ്കം ഉറക്കമുണർത്താനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ചക്രവർത്തിയുടെ തിരക്കിനടിയിലെ മയങ്ങിയുറക്കം. ഒരു മഹാസംഭവത്തിനും വിപ്ലവത്തിനും ഇടക്കുമുള്ള സാവകാശം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വെറുമൊരു ഭാര്യ മാത്രമായിരുന്നില്ല ബീവി. ഒന്നാമത്തെ വിശ്വാസി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കരുത്ത് പകർന്നു കൊടുത്ത ധീര വനിത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിസന്ധികളിൽ സ്നേഹം കൊണ്ട് അവിടുത്തെ സമാശ്വസിപ്പിച്ച് ഉയിര് കൊടുത്ത വീരനായിക. തൻ്റെ സമ്പത്തും പത്രാസും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിച്ചു. ദാരിദ്ര്യം എന്ന മഹാസത്യം ജീവിതത്തിൽ ഏറ്റെടുത്ത് ധന്യ. അതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാമായിരുന്നു അവർ. അവസാനം ഷിഅബ് അബി ത്വാലിബിൽ ഉപരോധത്താൽ കഴിയുമ്പോഴും അസുഖബാധിതയായി കഴിഞ്ഞുകൂടുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹായോഗിവര്യയുടെ ജീവിതം വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഇളം കരങ്ങളിൽ കൈയമർത്തി പിടിച്ച് കിടക്കുമ്പോഴും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉള്ളം നിറഞ്ഞത് വിശ്വാസത്തിൻ്റെ മഹിമയുടെ ബലമായിരുന്നു. അപ്പോൾ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സംതൃപ്തി എങ്ങനെയാണ് വിവരിക്കാൻ കഴിയുക? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തണൽ മതിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാം പ്രതിരോധിക്കാൻ. പ്രബോധന ദൗത്യത്തിൽ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം ചേർന്ന് നൽകിയ കരുത്ത് വിവരണാതീതമാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹവും കഴിച്ചില്ല. പിതാവിനെ പോലെ സമ്പത്ത് ചെലവഴിക്കാൻ ധൈര്യം പകർന്നു, ചേർത്തു പിടിക്കാൻ മാതാവിനെ പോലെ സാന്ത്വനസ്പർശിയായി, ആശ്വസിപ്പിക്കാൻ ഭാര്യയായി, പ്രതിസന്ധികളിൽ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവവായു ശ്വസിപ്പിക്കാൻ എല്ലാം അവർ ഉണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയാൽ ലോകത്തെ ഖദീജയല്ലാതെ മറ്റൊരു സ്ത്രീകളും ഇല്ലെന്ന് തോന്നിപ്പോകുമാറാണ് അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മ ദിനമെത്തിയാൽ ആടിനെ അറുത്ത് ബീവിയുടെ കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്യുമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വിശ്വാസത്തിൻ്റെ തണലായിരുന്നു. വിശ്വാസികളുടെ മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ഉമ്മ കൂടിയായിരുന്നു അവർ. അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.